ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവായ ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ ദിവസം ചിന്തിക്കുന്ന, ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്രദമാക്കി തീർക്കണമേ. ആത്മീയ ചൈതന്യത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നിന്റെ തിരുവചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കണമേ. നിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഈശോയെ കൃപയായിരിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഏതാനും ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ആ ചോദ്യങ്ങൾക്ക് ശേഷം സമയമുണ്ടെങ്കിൽ നമ്മുടെ തുടർ പഠനം നടത്തുന്നതാണ്. അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. ചോദിക്കാനുള്ള സമയമാണ്. വിചാരിച്ച സീറോ മലബാർ സഭയിൽ ഇരിക്കുന്ന കമ്പ് തന്നെ മുറിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. എറണാകുളം രൂപതയിൽ നടക്കുന്ന സംഭവങ്ങൾ. പക്ഷെ നമ്മുടെ സഭ ആധികാരികമായിട്ട് ഗൗരവത്തോടെ അത് കാണുന്നില്ല എന്ന് തോന്നുന്നു. അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? വളരെ പ്രശ്നകലുഷിതമായ ഒരു ചോദ്യമാണ്. ഇരിക്കുന്ന കമ്പ് തന്നെ മുറിക്കുന്ന പ്രവണത എറണാകുളം രൂപതയിൽ കാണുന്നു. സഭ അത് ഗൗരവമായിട്ട് കാണുന്നില്ലേ? ഇതാണ് ചോദ്യം. എൻ്റെ പശ്ചാത്തലം ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ടിട്ടുള്ള, കുർബാന അർപ്പണ രീതിയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ക്രൈസ്തവികതയുടെ അടിസ്ഥാന ചൈതന്യം പോലും ചോർന്നു പോകുന്ന കാര്യങ്ങൾ അവിടെ സംഭവിച്ചപ്പോൾ ഏതൊരു സഭാവിശ്വാസിയും വിഷണ്ണനാവുകയും വേദനിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. വാസ്തവത്തിൽ പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ പിന്നിൽ ദീർഘമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. നമുക്കറിയാം, സഭയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഏകകണ്ഠമായിട്ട് നടപ്പാക്കേണ്ടത് സഭാ സിനഡിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ്. ഇപ്പോഴത്തെ വ്യവസ്ഥിതി അനുസരിച്ച് സഭയുടെ മുഴുവൻ കാര്യങ്ങളിലും നമ്മൾ അനുസരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ മാർപ്പാപ്പയെയാണ്. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ സിനഡ് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം, അത് പെട്ടെന്നെടുത്ത തീരുമാനമല്ല, കാലങ്ങളായിട്ട്, ചുരുക്കി പറയുകയാണ്, കാലങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അത് സഭയുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ ദൈവവചനത്തിലും അതുപോലെ തന്നെ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലും അടിസ്ഥാനമായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ പഠിച്ച് അതിനോട് മാക്സിമം കൂറു പുലർത്തുക എന്നതായിരുന്നു ഒരു ചിന്ത. രണ്ടാമത്തെ ചിന്ത നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സഭയിൽ ഒരു ഭിന്നിപ്പുണ്ടാകാതിരിക്കുവാൻ വേണ്ടി മാക്സിമം എല്ലാവരും ഐക്യപ്പെടുവാൻ തക്കവണ്ണം ഒരു തീരുമാനമെടുക്കുക എന്നതായിരുന്നു സിനഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും പ്രദേശത്തിന്റെ പ്രാദേശികമായ താല്പര്യമോ ഏതെങ്കിലും വ്യക്തികളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ അത് മുൻനിർത്തി തീരുമാനമെടുക്കാതെ നമ്മുടെ സീറോ മലബാർ സഭയെ മുഴുവനും ഒന്നായി കണ്ട് തീരുമാനമെടുക്കുകയാണ് ചെയ്തതെന്നത് പകൽ പോലെ സത്യമായ കാര്യമാണ്. അത് നമ്മുടെ കുർബാനയുടെ ഏകീകൃത രൂപത്തെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അത് സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി കൂടിയപ്പോൾ നമുക്കറിയാം, അവിടെ കൂടിയ അൽമായരും വൈദികരും സന്യാസിനികളും എല്ലാം ഒരുമിച്ച് ആവശ്യപ്പെട്ടതാണ്. ആദ്യത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ തന്നെ അന്നു മുതൽ ഇതിന്റെ പരിശ്രമങ്ങൾ നടന്നു വരികയാണ്. അതിന്റെ പിറകോട്ടുള്ള ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. നമുക്കറിയാം, ഈ ഒരു പ്രശ്നം നമ്മുടെ സഭയിൽ ഉണ്ടാകുന്നതിന്റെ കാരണം തന്നെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭയുടെ മേല് പാശ്ചാത്യ സഭ അധീശത്വം പുലർത്തുകയും പാശ്ചാത്യ രീതികൾ ഇവിടെ ഒരു അർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തതിന്റെ ഫലം കൊണ്ട് തന്നെയാണ്. അതിൽ നിന്ന് മുക്തി നേടുവാനായിട്ടുള്ള ഒരു പോരാട്ടം
അത് ആരാധനക്രമത്തിന്റെ കാര്യത്തില്, സുവിശേഷ പ്രഘോഷണത്തിന്റെ കാര്യത്തില്, സ്വ അധികാര സഭയായിട്ട് ഈ സഭയെ ഉയർത്തുന്ന കാര്യത്തിലെല്ലാം ഒരു പോരാട്ടം നടക്കുകയുണ്ടായി. ആ പോരാട്ടത്തിന്റെ ചരിത്രം പറയുന്നതിനും നമുക്ക് ഒരുപാട് സമയം വേണം. മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ ഈ പോരാട്ടത്തിന്റെ ചരിത്രം തന്നെ നമുക്ക് പഠന വിഷയമാക്കാം. ഇന്നിപ്പോഴ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിന് നമുക്കറിയാം, പാശ്ചാത്യരുടെ ആഗമനം മുതലുള്ള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഒരിക്കൽ കണ്ടല്ലോ, 1934 പട്ടം കൊടുക്കുന്ന ക്രമം പൊന്തിഫിക്കാല് അത് അംഗീകരിച്ചു തരണമെന്ന്. ഏതാണ് അംഗീകരിച്ചു തരേണ്ടത്? പാശ്ചാത്യരുടെ ലത്തീൻ ക്രമം അംഗീകരിച്ചു തരണമെന്ന് അന്നത്തെ നമ്മുടെ സിറോ മലബാർ സഭയുടെ പിതാക്കന്മാർ എല്ലാവരും കൂടി ആവശ്യപ്പെട്ടിട്ടും 15-ാം പീസ് മാർപ്പാപ്പ അത് അംഗീകരിച്ചു കൊടുത്തില്ല. അതിന്റെ അർത്ഥം നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ഒരു വശത്ത് നിൽക്കുമ്പോൾ മാർപ്പാപ്പ മാത്രം അതിനെതിരായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ മറുവശത്ത് നിൽക്കുന്നതായിട്ട് കാണാം. എന്നിട്ട് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് അദ്ദേഹം നൽകിയ പ്രബോധനത്തിൽ പറഞ്ഞു, ദ പോളിസി ഓഫ് ദി കാത്തലിക് ചർച്ച് ഈസ് നോട്ട് ടു ലാറ്റിനൈസ് എനി ചർച്ച് ബട്ട് ടു കാത്തോലിസൈസ്. ഏതെങ്കിലും ഒരു സഭയെ ലത്തീനീകരിക്കുകയല്ല കത്തോലിക്ക സഭയുടെ പോളിസി, മറിച്ച് കാതോലികരിക്കുകയാണ്. കാതോലികരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സഭയുടെ പാരമ്പര്യവും ആഗോള സഭയുടെ സമ്പത്തായി കണ്ടുകൊണ്ട് അത് നിലനിർത്തുക എന്നതാണ് സഭയുടെ ചിന്താശൈലി, അതാണ് സഭയുടെ ശൈലി. വത്തിക്കാൻ കൗൺസിൽ പൗരസ്ത്യ സഭകളെ കുറിച്ചുള്ള ഡിക്രിയിൽ ഈ കാര്യം ഊന്നി പറഞ്ഞിട്ടുണ്ട് താനും. അവിടെ ഇങ്ങനെ വ്യക്തമായ ദർശനം നമുക്ക് ഇതിന്റെ പിന്നിൽ കാണാൻ സാധിക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, എന്നാൽ പൊതുവായിട്ടൊരു ഏകീകൃത രൂപം വരുന്നതിനു വേണ്ടി അന്നുവരെ ചെയ്തിരുന്ന രീതികൾ, ഉദാഹരണത്തിന് പല രൂപതകളിലും പൂർണ്ണമായിട്ടും ദൈവോന്മുഖമായി അർപ്പിച്ചിരുന്ന ബലി ആദ്യ ഭാഗം ജനാഭിമുഖമായിട്ട് അർപ്പിക്കുന്നതിന് മനസ്സില്ലാ മനസ്സോടെ, ഒരുപക്ഷെ അവരുടെ ബോധ്യങ്ങൾക്കെതിരായിരിക്കും, അവരെല്ലാം തയ്യാറായെങ്കിലും ഒരു രൂപത മാത്രം അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിന് അവിടെയുള്ള നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകളുടെ പ്രേരണയാൽ അതിന് അവരെപ്പോഴും വിഘാതമായിട്ട് നിൽക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ കാണുന്ന ഒരു സംഗതി. അത് എത്രമാത്രം മോശമായിട്ട് സഭയെ ചിത്രീകരിക്കാൻ സാധിക്കുമോ അത്രമാത്രം സഭയെ മോശമാക്കുന്ന വിധത്തിലേക്ക് അതിങ്ങനെ അധപ്പതിച്ചിരിക്കുന്നു അവരുടെ ആ ഒരു പ്രവർത്തന ശൈലി. നമുക്കറിയാം, ഇരിക്കുന്ന കമ്പ് അറക്കുന്ന പ്രവണത എന്നാണ് സാർ അതിനെ വിശേഷിപ്പിച്ചത്. ഉറപ്പായിട്ടും ഇരിക്കുന്ന കമ്പ് അറുത്തു കഴിഞ്ഞാൽ ആ കമ്പോടുകൂടി തലയും കുത്തി നിലം പതിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്, അതിൽ കൂടുതൽ ഒരു നാശം ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ ഇല്ല. നമുക്ക് സഭയെ ഒരു വ്യക്തിയായിട്ട് കാണുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പ്രാദേശിക സഭയാണ് ഈ പറഞ്ഞ രൂപത, അത് വാസ്തവത്തിൽ അവരുടെ അസ്തിത്വത്തിന് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ അപകടകരമായിട്ടുള്ള ഒരു പ്രവണത വളർത്തിക്കൊണ്ടുവരുന്നു, ഒരു പ്രവൃത്തി ചെയ്യുന്നു. നമുക്കറിയാം, ഏകീകൃത കുർബാനയെ കുറിച്ചുള്ള സിനഡിന്റെ തീരുമാനം വന്ന നാൾ മുതൽ അതിനെതിരായിട്ട് ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാമോ, ക്രിസ്തീയ മാർഗങ്ങൾ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. പലപ്പോഴും സ്വർഗം ദുഃഖിക്കുകയും സാത്താൻ നരകം സന്തോഷിക്കുകയും ചെയ്യുന്ന മാർഗങ്ങൾ മാത്രമാണ് അവിടെ സ്വീകരിക്കുന്നത്. അവിടെ മാർപ്പാപ്പായെ അനുസരിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അവനെ ഒറ്റപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും അവന്റെ പ്രവർത്തനങ്ങളെല്ലാം ബഹിഷ്കരിക്കുവാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും സഭയിൽ നിന്ന് തന്നെ അവനെ അങ്ങനെ മാറ്റി നിർത്താമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പ്രവണത കാണുമ്പോൾ വാസ്തവത്തിൽ അത് സ്വർഗം സന്തോഷിക്കുന്ന ഒരു കാര്യമല്ല, സഭയുടെ വിശ്വാസത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല, സഭയുടെ പൊതുവായിട്ടുള്ള ഐക്യത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല. അതിനെല്ലാം മുൻപന്തിയിൽ നിന്ന് കൊടിപിടിക്കുന്ന ആളുകൾ തന്നെയാണ് വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും വിശുദ്ധമായ സ്ഥലമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പരിശുദ്ധ മദ്ബഹായിൽ, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിന്റെ തിരുസിംഹാസനമെന്നും കവറിടമെന്നും വിശേഷിപ്പിക്കുന്ന ബലിപീഠത്തിൽ ബലിവസ്തുക്കൾ വെക്കുകയും അവിടെ വാസ്തവത്തിൽ ആ ആരാധന തന്നെ ഒരു ആയുധമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരായുധമാക്കി ആരാധനയെ അധപ്പതിപ്പിക്കുമ്പോൾ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഈശോയിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ എല്ലാവരും വിഷണ്ണരാവുകയാണ്, അവരുടെ ഹൃദയം നൊമ്പരപ്പെടുകയാണ്, സാത്താൻ സന്തോഷിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ
സഭ, തീർച്ചയായിട്ടും പ്രാദേശിക സഭ എന്ന നിലയിൽ ഇത് വിശ്വാസത്തിന്റെ ചൈതന്യത്തിന് നിരക്കുന്നതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അവിടെ പിശാച് ഭരണം നടത്തുന്ന ഒരു അവസ്ഥ കടന്നു വന്നിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വാസ്തവത്തിൽ സഭയുടെ പൊതുവായിട്ടുള്ള തീരുമാനം അത് നടപ്പാക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സഭ പൗരസ്ത്യ സഭയാണ്. എനിക്ക് തോന്നുന്നു ലിറ്റർജി എന്റെ ദൃഷ്ടിയിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മുടെ ഒരു പിതാവ് കർദിനാൾ തിരുമേനി എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആ പുസ്തകത്തിന്റെ ഹെഡിങ്ങിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം ലിറ്റർജിയെ കാണേണ്ടത് വ്യക്തിപരമായി തന്റെ ദൃഷ്ടിയിലൂടെ അല്ല, ലിറ്റർജിയെ കാണേണ്ടത് സഭയുടെ ദൃഷ്ടിയിലൂടെയാണ്. കാരണം ക്രിസ്തു രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന പരിശുദ്ധ കുർബാന അതൊരു വ്യക്തിയുടെ കണ്ണുകളിലൂടെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അതിൽ കടന്നുകൂടും. എന്നാൽ അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പൗരസ്ത്യ ക്യാൻവാസ് ഉണ്ട്, ആ ക്യാൻവാസിനാണ് നമ്മൾ ചിത്രം എഴുതേണ്ടത്. ഇപ്പോൾ ആ ക്യാൻവാസ് തകർക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും നികൃഷ്ടമായ ഒരു സംഗതിയാണ്. മാലാഖമാർ പോലും വിറയലോടെ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് സഭാപിതാക്കന്മാര് മധുബഹായെ കുറിച്ച് സംസാരിക്കുന്നത്. മാലാഖമാർ ഈ ദിവ്യരഹസ്യങ്ങൾ ആഘോഷിക്കുമ്പോൾ മധുബഹായിലേക്ക് ഇറങ്ങി വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആലപിക്കുന്നത്, ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം. ഒന്നായി ഉച്ചസ്വരത്തിൽ അവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ഒന്നായി. വാസ്തവത്തിൽ ഇവിടെ പലതായി വിവിധ സ്വരത്തിലവർ അങ്ങനെ പറയുക മാത്രമല്ല, പലതായി വിവിധ സ്വരത്തിൽ പാടുക മാത്രമല്ല, മറിച്ച് ബൈബിളിന്റെ ഈ ക്രിസ്തുവിന്റെ ചൈതന്യത്തിന്, ക്രിസ്ത്യാനികളുടെ ചൈതന്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അവിടെ അരങ്ങേറുമ്പോൾ വിശുദ്ധ സ്ഥലം, സ്വർഗം വാസ്തവത്തിൽ അവിടെ അശുദ്ധമാക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് സഭയോട് അനുസരണവും കൂറും പുലർത്തിക്കൊണ്ട് വാഗ്ദാനം ചെയ്ത് അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. അതെ, അതാണ് സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ പിശാചിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ. സഭ നമുക്കറിയാം ഈശോയാണ്. ഈശോയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ സഭയുടെ പൊതുവായൊരു തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ പഠിപ്പിക്കുകയും അതിനെതിരായിട്ട് ഏതെല്ലാം നിഗൂഢ മാർഗങ്ങൾ സ്വീകരിക്കാം അങ്ങനെ സ്വീകരിക്കുകയും എല്ലാം ചെയ്തതിന്റെ പാരമ്യത്തിൽ വിശുദ്ധ സ്ഥലത്ത് അക്രമ പ്രവർത്തനം നടത്തുവാൻ തക്കവണ്ണമുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പ്രതികരിക്കുന്നത് പിന്നെ സ്വർഗമാണ്. സ്വർഗം പ്രതികരിക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഇവിടെ ചോദിച്ചതുപോലെ ഇരിക്കുന്ന കമ്പ് അറക്കുകയും സ്വയം വലിയ നാശത്തിലേക്ക് വീഴുകയും ചെയ്യുമ്പോ അതിനെക്കുറിച്ച് പ്രതികരിക്കുക എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കഷ്ടമെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കഷ്ടം എന്ന് നമുക്ക് പറയാനേ സാധിക്കൂ, മറ്റൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അച്ഛാ, ഈ സീറോ മലബാർ സഭയില് എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് മാത്രം ഒരു സഭാ പാരമ്പര്യമുണ്ടോ? അച്ഛൻ എന്ത് പറയുന്നു? അത് ദൈവശാസ്ത്രപരമായ ഒരു ചോദ്യമാണ്. ഒരു രൂപതയ്ക്ക് മാത്രം ഒരു സഭാ പാരമ്പര്യമുണ്ടോ? സഭയുടെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ അത് എത്തി നിൽക്കേണ്ടത് ബൈബിളിലേക്കാണ്. അത് എത്തി നിൽക്കേണ്ടത് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലേക്കാണ്. അത് എത്തി നിൽക്കേണ്ടത് ഇതിൽ രണ്ടിലും അധിഷ്ഠിതമായ ബലിഷ്ഠമായ ആരാധനാക്രമ പാരമ്പര്യത്തിലേക്കാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് ഇതിനോടകം പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, കിഴക്കിന് അഭിമുഖമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുക, സ്വർഗോന്മുഖരായിട്ട് നിന്ന് പ്രാർത്ഥിക്കുക. അത് ബൈബിളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. സ്വർഗത്തിന്റെ ചിന്ത മനസ്സിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് മുൻപോട്ടും പുറകോട്ടും സൈഡിലേക്കും എല്ലാം നോക്കാം. പക്ഷെ ഒരു സമയത്ത് ഒരു സ്ഥലത്തേക്ക് മാത്രം നമ്മൾ നോക്കുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് ആ നോട്ടം വഴി ഒരു ഓർമ്മ കൊണ്ടുവരുന്ന പ്രായോഗികമായ ഒരു സമീപനം വചനത്തിന്റെ ബലത്തിലും പിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെ ബലത്തിലും ചെയ്യുക. അതാണ് വാസ്തവത്തിൽ പൗരസ്ത്യ സഭയുടെ പൊതുവായിട്ടുള്ളൊരു പാരമ്പര്യം, രീതി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ആര് എതിർത്താലും അത് അനിഷേധ്യമായ ഒരു സത്യമാണ്.
അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ബൈബിളിൽ കിഴക്ക് ഏതെങ്കിലും ആദവും ഹവ്വായും പാർത്തിരുന്നു. പർദീസ കിഴക്ക് എന്ന് ഒരു സൂചന നൽകുകയാണ്. നമുക്കത് മാനുഷികമായിട്ടുള്ള ഒരു അടയാളമായിട്ട് എടുത്താൽ മതി. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്, കിഴക്കെ പടിപ്പുരവാതിക്കൽ നിന്ന് ദേവാലയത്തിൽ ദൈവത്തിന്റെ മഹത്വം വരുന്നു. അപ്പൊ ദൈവമഹത്വം വരുന്നിടത്തേക്ക് നോക്കുന്ന ഒരു പതിവ് പഴയ നിയമത്തിൽ കാണുകയാണ്. മിക്ക പ്രവാചകൻ ഈശോയെ നീതിസൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ സൂര്യൻ ഉദിക്കുന്ന ദിക്ക് നമുക്ക് നീതിസൂര്യനെ ഓർക്കാനുള്ള ഒരിടമാണ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴ് രക്ഷകനായി വന്ന ഈശോ, ആ ഈശോയുടെ ആഗമനം വിളിച്ചറിയിക്കുവാൻ കിഴക്ക് അവന്റെ നക്ഷത്രം ഉദിച്ചു. കിഴക്കിന്റെ അനുഭവം നഷ്ടപ്പെടുത്തിയവർക്ക് കിഴക്കിന്റെ അനുഭവം പകരുന്നതിന് വന്ന ഈശോ, ആ ഈശോയുടെ ജനനത്തെ അറിയിക്കാൻ കിഴക്ക് അവന്റെ നക്ഷത്രം ഉദിച്ചു. വീണ്ടും നമുക്കറിയാം, ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം. നമ്മൾ മരിച്ച ആളുകളെയൊക്കെ കിഴക്കോട്ട് നോക്കി കിടത്തുന്ന പാരമ്പര്യം നമ്മുടെ കുടുംബങ്ങളിലെല്ലാം നമുക്കറിയാവുന്നതാണ്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് മിന്നിപ്പായുന്ന മിന്നൽപ്പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം. അതും വളരെ വ്യക്തമാണ്. വീണ്ടും നമുക്കറിയാം, നടപടി പുസ്തകങ്ങൾ വായിക്കുന്നത്, അവൻ പോയതുപോലെ തന്നെ വരും. അവൻ കിഴക്കോട്ടാണ് പോയത്, കിഴക്ക് നിന്ന് വീണ്ടും വരും. ഈ ഒരു ചിന്ത ബൈബിൾ ശക്തമായിട്ട് പറയുന്നു. അങ്ങനെയെല്ലാം വചനാധിഷ്ഠിതമായിട്ട് ഒരു ദിക്കിലേക്ക് നോക്കുമ്പോൾ ഈശോയെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിംബോളിക്ക് പ്രതീകാത്മകമായ ഒരു പ്രാർത്ഥന ശൈലി സ്വീകരിച്ചിരിക്കുന്നത്. ഇനി പിതാക്കന്മാരുടെ നീണ്ട നിര ഇക്കാര്യം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അത് സഭയുടെ ആധികാരികമായ പ്രബോധനമാണ്. ഇന്ന് ആരെങ്കിലും തന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം അവന്റെ ഇഷ്ടം പോലെ പറയുന്നതും അത് സഭാപിതാക്കന്മാര് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഒരു സഭാപിതാക്കന്മാരായത്. ഒരു സഭയുടെ അംഗീകാരമുള്ളവരും വിശുദ്ധരും 8-ാം നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്നവരും സഭയുടെ വിശ്വാസസത്യം ആധികാരികമായി പഠിപ്പിച്ചിട്ടുള്ളവരുമാണെന്ന് സഭ തന്നെ പറയുകയും അവർ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവഗണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ വിശ്വാസത്തിനോ പ്രബോധനത്തിനോ നിരക്കുന്ന ഒരു സംഗതിയേ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം, അവരിൽ ഏറ്റവും അവസാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് പറഞ്ഞിരിക്കുന്ന വാസ്തവത്തിലെ വിശുദ്ധ യോഹന്നാനാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇതിനോടകം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ ബൈബിൾ ഭാഗങ്ങൾ മുഴുവൻ കോട്ട് ചെയ്തു, ഉദ്ധരിച്ചു. എന്നിട്ട് അവസാനം അദ്ദേഹം കൂട്ടിച്ചേർത്തു, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ കാൽവരിയില് പടിഞ്ഞാറോട്ട് നോക്കിയാണ് കടന്നത്. അതുകൊണ്ട് നമ്മൾ കിഴക്കിന് അഭിമുഖമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് ഇറ്റ് ഈസ് an apostolic tradition of profound value എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത് വലിയ മൂല്യമുള്ള ഒരു അപ്പസ്തോലിക പാരമ്പര്യമാണ്. ഇങ്ങനെയെല്ലാം വളരെ വ്യക്തമായിട്ട് പിതാക്കന്മാരും ബൈബിളും പഠിപ്പിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് സിനഡ് പഠിപ്പിക്കുന്നത്. സിനഡിന് അതേ പഠിപ്പിക്കാൻ സാധിക്കൂ, അല്ല പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് സിനഡ് വ്യക്തമായിട്ട് അത് പഠിപ്പിച്ചത്. വാസ്തവത്തിൽ സിനഡിന്റെ ഉത്തരവാദിത്വം എന്താണ്? സഭയിലെ വിശുദ്ധ ഗ്രന്ഥവും അതുപോലെ വിശുദ്ധ പാരമ്പര്യങ്ങളും അത് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിനഡ് ശ്രമിക്കേണ്ടത്, ഒരു മെത്രാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് മെത്രാൻ സഭയുടെ മെത്രാനായിട്ട് മാറുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഒരു വ്യക്തി സഭയുടെ സ്വന്തമായിട്ട് മാറുന്നത്. അങ്ങനെ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ശ്രമിച്ചില്ലെങ്കിൽ അവൻ സഭയുടെ മെത്രാനാവുകയില്ല, അവൻ ഓട്ടോമാറ്റിക്കായിട്ട് സഭയുടെ പുറത്തു നിൽക്കുന്ന ആളായിട്ട് മാറും. അതുകൊണ്ടാണ് പട്ടം കിട്ടുമ്പോൾ ഈ പറഞ്ഞ കാര്യം അനുസരണം, ഒരു പരിധി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്ലൈൻഡ് ഒബീഡിയൻസ് തോന്നിപ്പോകും, വായിച്ചാൽ പേടിയാവും. പക്ഷെ അങ്ങനെയുള്ള അനുസരണം, ദിവ്യരഹസ്യങ്ങൾ അർപ്പിക്കുന്ന ഈ ഒരു വ്യക്തി അങ്ങനെയുള്ള അനുസരണമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം, ഈശോ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അപ്പമെടുത്ത് വാഴ്ത്തി സ്വർഗത്തിലേക്ക് പിതാവിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി. അപ്പോൾ ഈശോ കണ്ണുകൾ ഉയർത്തുമ്പോൾ പിതാവിന്റെ പക്കലേക്ക് അല്ലെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു എന്നൊരു ബോധ്യം നമുക്ക് നൽകുകയാണ്. ആ ബോധ്യമാണ് വാസ്തവത്തിൽ സഭയിൽ സ്വീകരിച്ചിരിക്കുന്നത്.
ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, ലാസറിന്റെ കുഴിമാടത്തെങ്കിൽ ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അപ്പൊ ഈശോ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. ആ ഒരു ചിന്ത ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ഒരു പാരമ്പര്യം അനുധാവനം ചെയ്യുന്നതിനെ പരിപൂർണമായിട്ട് അധിക്ഷേപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നത് സഭാമക്കൾക്ക് ചേർന്നതല്ല എന്ന് മാത്രമല്ല, മറിച്ച് അത് വളരെ പൈശാചികമാണ്. കാരണം ഇങ്ങനെ സഭയുടെ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും തള്ളിപ്പറയുവാൻ വാസ്തവത്തിൽ നരകത്തിനേ സാധിക്കൂ. അത് നരകത്തിന്റെ പ്രവണതയാണ്. അപ്പൊ നരകം ബലപ്പെടുന്നിടത്ത് നമുക്ക് മറ്റൊന്നും പിന്നെ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഇത് കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം കേട്ടോ. എല്ലാ മതങ്ങളിലും പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന നിലപാടിൽ തന്നെ ദൈവത്തെ ഓർക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതിനോടൊരു സെറ്റപ്പ് ഉണ്ട്. ശ്രീകോവിൽ അതിവിശിഷ്ട സ്ഥലം എന്ന് പറയുമ്പോൾ ഹിന്ദുസിന്റെ ഒരു പാരമ്പര്യം നമുക്കറിയാം. അവർ ശ്രീകോവിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. അവരുടെ മിക്കവാറും എല്ലാ പ്രദേശം അവർ സൂര്യ നമസ്കാരം ചെയ്യുന്നു. കിഴക്കോട്ട് നോക്കി സൂര്യനെ കാണുമ്പോൾ ദൈവത്തെ ഓർക്കുക. മുസ്ലിംസ് മക്കായിലെ കാബയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. എവിടെ നിന്നാലും ഇപ്പൊ ദൈവോന്മുഖരായിട്ട് നിൽക്കുന്നു എന്നൊരു അടിസ്ഥാന ചിന്ത ഭക്തനായ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ലഭിക്കുന്നു എന്ന് പറയുന്നത് അത് വെറും നിസ്സാരമായ ഒരു സംഗതിയല്ല. മറിച്ച് അവന്റെ പ്രാർത്ഥനയിൽ തന്നെ അവന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ ആ മനോഭാവം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രാർത്ഥനയ്ക്കുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുന്നു എന്ന ശക്തമായ ഒരു ബോധ്യം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് നമുക്ക് അതിനെ എത്രയോ വലിയ കാര്യമായിട്ടാണ് കരുതേണ്ടത്. പക്ഷേ അത് വലിയ കാര്യമായിട്ട് കരുതുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളെ പരമപുച്ഛത്തോടെ കാണുകയും അതിനെ അധിക്ഷേപിക്കുകയും സഭ ഈ ശക്തമായ പാരമ്പര്യം തുടരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തരുമ്പോൾ അത് ഏതുവിധ ഗുണ്ടായിസവും ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുകയും അത് തിന്മയുടെ ലോകത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അതിനെതിരായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് പിന്നെ എന്ത് ആണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവിടെ ചോദ്യം ഇതായിരുന്നു, ഏതെങ്കിലും ഒരു രൂപതയ്ക്ക്, എറണാകുളം അങ്കമാലി എന്നല്ല ഏതെങ്കിലും രൂപതയ്ക്ക് അങ്ങനെ വ്യത്യസ്തമായ ഒരു പാരമ്പര്യം ഉണ്ടോ? വ്യത്യസ്തമായിട്ട് ഒരു സഭയിൽ ഒരു രൂപതയ്ക്ക് പാരമ്പര്യം ഉണ്ടെങ്കിൽ അവർ ആ സഭയിൽപ്പെട്ടവരല്ല. എന്നെ സംശയിച്ചിരിക്കുന്നേ. ഒരു വ്യക്തിഗത സഭ എന്ന് പറയുന്നത് ഒരേ പാരമ്പര്യമുള്ള ആളുകളാണ്. വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ്. അപ്പൊ ഒരു സഭയിൽ ഒരു രൂപതയ്ക്ക് മാത്രം അവർക്ക് മാത്രം വ്യത്യസ്തമായ ഒരു പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ അത് ആ സഭയുടെ ചൈതന്യത്തിന് നിരക്കുന്നതല്ല. ബാക്കിയുള്ളവർക്കെല്ലാം പൊതുവായിട്ടൊരു പാരമ്പര്യവും ഒരു രൂപതയ്ക്ക് മാത്രം അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ചുള്ളൊരു പാരമ്പര്യവും അത് ബൈബിളിലോ സഭാപിതാക്കന്മാരിലോ അധിഷ്ഠിതമാണോ? അത് പിതാക്കന്മാര് ഒരുമിച്ചെടുത്ത തീരുമാനത്തിന്റെ പിൻബലമുണ്ടോ? അതിന് മാർപ്പാപ്പ അത് അംഗീകരിച്ചിട്ടുണ്ടോ? അതിനെല്ലാം കൃത്യമായ ഉത്തരവുണ്ട്. ഇതൊന്നുമില്ല. മാർപ്പാപ്പയെ പോലും അവിടെ അവഗണിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു രൂപതയ്ക്ക് ഒരു സഭയുടെ കത്തോലിക്ക സഭയുടെ ഒരു ഭാഗമായിട്ടോ ഒരു സഭയുടെ ഭാഗമാണെന്നോ പറയുവാൻ പറ്റുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് അങ്ങനെ പറയുവാൻ പറ്റും? അതെ, അത് ഏതെങ്കിലും ഒരു സഭയുടെ ആസ്ഥാന കേന്ദ്രവും കൂടി ആയാലോ അത് സഭയ്ക്ക് മൊത്തം ക്ഷയമായി, സഭയ്ക്ക് മൊത്തം നാണക്കേടായി. സഭയെ സ്നേഹിക്കുന്ന ആളുകൾ അങ്ങനെ സഭയുടെ മുഴുവൻ ഒരു പാരമ്പര്യത്തെ ഒരു പ്രദേശത്ത് തള്ളിപ്പറയുകയും അവഹേളിക്കുകയും അക്രമമാർഗങ്ങളിലൂടെ അതിനെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സഭാ കേന്ദ്രം ഉണ്ടാകാൻ പാടില്ല. സഭയിൽ എത്രയോ സ്ഥലങ്ങളുണ്ട്. അത് നമ്മുടെ വലിയൊരു അധപ്പാനത്തെയും നമ്മുടെ ഒരു വലിയ തകർച്ചയും കാണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അഭിമന്യ പിതാക്കന്മാരോ സഭയെ സ്നേഹിക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ എത്രയും വേഗം സഭയുടെ കേന്ദ്രത്തെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് പൂർണ്ണമായിട്ടും വിമുക്തി നൽകി സഭയോടൊത്ത് ചിന്തിക്കുകയും സഭയുടെ പ്രവർത്തനങ്ങൾ മാർപ്പാപ്പായോട് ചേർന്ന് നിന്ന് ചെയ്യുകയും ചെയ്യുന്ന ഏത് രൂപതയിലാണെങ്കിലും അങ്ങോട്ട് മാറ്റുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണെന്ന് ഈ അവസരത്തിൽ ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റെന്തെങ്കിലും? അച്ഛാ, ഈ രൂപത സത്യസഭയ്ക്ക് മുകളിലാണ്, മാർപ്പാപ്പായ്ക്ക് മുകളിലാണ് അവരുടെ രീതികളെല്ലാം നടക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ചോദിച്ച ചോദ്യത്തോട് വളരെ ബന്ധപ്പെട്ടു പോകുന്ന ഒരു ചോദ്യം തന്നെയാണത്. ഏതെങ്കിലും രൂപത
സഭയുടെ മുകളിലാണോ? മാർപ്പാപ്പായുടെ മുകളിലാണോ? അതിനെക്കുറിച്ച് നമ്മൾ വാസ്തവത്തിൽ വളരെ പ്രായോഗികമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, പള്ളിക്കകത്ത് കുരിശുപള്ളി ഉണ്ടാകുന്നത് നല്ലതാണോ? അതുപോലെ തന്നെയാണ്, പള്ളിക്കകത്ത് കുരിശുപള്ളി ഉണ്ടാകുന്നത് നല്ലതാണോ? ഈശോയ്ക്ക് മുകളില് ഒരു സഭ, ഈശോ പഠിപ്പിച്ചതിന്റെ എല്ലാം മുകളില് വേറിട്ടൊരു സഭ ഉണ്ടാകാമോ? ഈ ചോദ്യങ്ങൾ നമുക്ക് അങ്ങനെയെല്ലാം വേണമെങ്കിൽ ചോദിക്കാം. ഒരു സ്കൂളിലെ ഒരു വിദ്യാർത്ഥി സ്കൂളിനേക്കാൾ വളർന്ന് സ്കൂളിന്റെ എല്ലാ ഡിസിപ്ലിനും അവൻ തെറ്റിക്കുമ്പോൾ അങ്ങനെ ഒരു വിദ്യാർത്ഥി ആ സ്കൂളിൽ പഠിക്കുന്നു വിദ്യാർത്ഥിയാണെന്ന് പറയാമോ? ഈ കാര്യങ്ങളെല്ലാം ഒരുപോലെ പോകുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സഭയിലെ ഒരു വ്യക്തിയും സഭയ്ക്ക് മുകളിലല്ല. സഭയിലെ ഒരു വ്യക്തിയും ഈശോയ്ക്ക് മുകളിലല്ല. സഭയിലെ ഒരു വ്യക്തിയും മാർപ്പാപ്പായുടെ മുകളിലല്ല. മാർപ്പാപ്പയാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നത്. ആ മാർപ്പാപ്പ പോലും ഈശോയ്ക്ക് മുകളിലല്ല, ബൈബിളിന് മുകളിലല്ല, സഭാപിതാക്കന്മാരുടെ പാരമ്പര്യങ്ങൾക്ക് മുകളിലല്ല. അങ്ങനെ വരുമ്പോഴേ അവരതിനകത്ത് ഉൾപ്പെടുന്നില്ല. മുകളിൽ നിൽക്കുമ്പോഴേ അതാണ് സംഭവിക്കുന്നത്. വൈദികനായാലും മെത്രാനായാലും അവരെല്ലാം വാസ്തവത്തിൽ നമുക്കറിയാമല്ലോ, വൈദികര് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് വൈദികരെല്ലാം ഒരു പള്ളിയിൽ നിന്ന് മറ്റ് പള്ളികളിലേക്ക് സ്ഥലം മാറ്റപ്പെടുന്നവരാണ്, ഒരു സംശയവുമില്ല. സഭയുടെ പൊതുവായിട്ടുള്ള, സീറോ മലബാർ സഭയുടെ പൊതുവായിട്ടുള്ളവരാണ്. മൊത്തത്തിൽ കുട്ടൻഷീൻ പറഞ്ഞ പോലെ പ്രീസ്റ്റ് ഈസ് നോട്ട് ഹിസ് ഓൺ, അവന്റെ സ്വന്തമല്ല ഒരു പുരോഹിതൻ, മറിച്ച് സഭയുടെ സ്വന്തമാണ്. സഭയുടെ സ്വന്തമാണെങ്കിൽ വിശാലമായിട്ട് ചിന്തിച്ചാൽ സീറോ മലബാർ സഭയിലെ ഏത് പള്ളിയിലേക്ക് ഏത് പുരോഹിതനെ മാറ്റിയാലും അതിന് തെറ്റില്ല, ട്രാൻസ്ഫർ കൊടുക്കാം. ഏത് മെത്രാനെ ഏത് രൂപതയിലേക്ക് മാറ്റിയാലും അതിനകത്ത് തെറ്റില്ല. സീറോ മലബാർ സഭ ഒന്നാണ്. അതെല്ലാം ഈശോയുടെ ചേർന്ന് നിൽക്കുന്ന, ഈശോയെ ധിക്കരിക്കുക, ഈശോയുടെ മുകളിൽ നിൽക്കുകയും സഭയെ ധിക്കരിക്കുന്ന സമൂഹമല്ല, മറിച്ച് ഈശോയോടുകൂടി ഒന്നാണ്. ആ ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. സഭയ്ക്ക് മുകളിലോ സഭയുടെ വിശ്വാസ പ്രമാണത്തിന്റെ മുകളിലോ വേറൊരു പ്രമാണമില്ല. ഔദ്യോഗികമായിട്ട് ആധികാരികമായിട്ട് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളോട് ചേർന്ന് നിൽക്കാനേ നമുക്ക് സാധിക്കൂ. തനതായ നമ്മളിപ്പം ഒരു സഭയിലെ ദൂരാളുകൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാലും അടിസ്ഥാനപരമായിട്ടുള്ള സഭയുടെ പ്രബോധനങ്ങൾക്കെതിരായിട്ട് നിൽക്കാൻ ആ സഭയിലെ അംഗങ്ങളാണെങ്കിൽ അവർക്ക് സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഇനിയും നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല്, അപ്പന്റെ മുകളിലാണോ മക്കള് വീട്ടില്? മക്കൾ പറയുന്നത് അപ്പനനുസരിക്കണോ, അപ്പൻ പറയുന്നത് മക്കളനുസരിക്കണോ? അതും ഒരു ചോദ്യമാണ്. ഇവിടെ എല്ലാം നമ്മൾ ഓർക്കണം. മെത്രാന്മാരാണെങ്കിൽ പോലും ഈ മെത്രാന്മാരും സഭയിൽ അനുസരണം വാഗ്ദാനം ചെയ്ത് അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. അവരുടെ മുൻപിൽ പല അച്ഛന്മാരും അനുസരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് വൈദികരായവരാണ്. അങ്ങനെയുള്ള ആളുകൾ കുറെ കാലം സഭയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന് ശേഷം ഈ അനുസരണത്തെയും ഈ ഐക്യത്തെയും തള്ളിപ്പറയുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയാൽ ആ പ്രസ്താവന എന്തുമാത്രം അവഹേളനാപരമാണ്. ആർക്ക്? അത് നടത്തുന്നവർക്ക്. അവരുടെ നാളിതുവരെയുള്ള അസ്തിത്വത്തെ മുഴുവൻ ചോദ്യം ചെയ്യുകയും അവരുടെ നാളിതുവരെയുള്ള സത്യവിശ്വാസത്തെ തകർക്കുകയും ചെയ്യുന്ന പ്രസ്താവനയായിട്ട് മാറും അത്. അതുകൊണ്ട് ആരാണെങ്കിലും, ആത്മായനായാലും വൈദികനാണെങ്കിലും മെത്രാനാണെങ്കിലും അവരാരും വാസ്തവത്തിൽ സഭയ്ക്ക് മുകളിലല്ല. അവർ സഭയ്ക്ക്, ഈശോയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ട ആളുകൾ തന്നെയാണ്. ഇക്കാര്യം ഉറച്ച ബോധ്യമാണ്. ഈ ഒരു ബോധ്യമാണ് നമുക്ക് ഈ അവസരത്തിൽ ശക്തമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതിന്റെ വെളിച്ചത്തിൽ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഇതെല്ലാം പരിഹാരം ഉണ്ടാക്കി, നാഥാ നീ എത്രയും വേഗം നിന്റെ ദൂതന്മാരെ അയച്ച്, നിന്റെ സ്വർഗീയ ദൂതന്മാരെ അയച്ച് ഈ ഒരു ശക്തമായ ഐക്യത്തിലേക്ക് സഭയെ കൊണ്ടുവരുന്നതിന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സമയമാണ്. ഇത്രയുമാണ് ഇക്കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയം അതിക്രമിച്ചു. മറ്റ് നമ്മുടെ പൊതുവായിട്ടുള്ള ക്ലാസ്, പതിവായിട്ടുള്ള ക്ലാസ് വീണ്ടും അടുത്ത ഞായറാഴ്ച നമുക്ക് തുടരാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ദിവസം സഭയുടെ ഐക്യത്തെ സംബന്ധിച്ചുള്ള
ചോദ്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അതിനെക്കുറിച്ചുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള ചിന്തകൾ ദൈവവചനത്തെ, വിശുദ്ധ ഗ്രന്ഥത്തെയും വിശുദ്ധ പാരമ്പര്യത്തെയും അടിസ്ഥാനമാക്കി ഞങ്ങൾ വിചിന്തനം ചെയ്യുകയായിരുന്നു. അതാ ഈ വിചിന്തനത്തിൽ ഞങ്ങളെ നയിച്ചതോർത്ത്, സഹായിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ ആത്മാവിന്റെ ദിവ്യ ചൈതന്യത്താൽ ശക്തിപ്പെടുത്തുകയും സഭയോട് ഒത്തുനിൽക്കുവാനും, സഭയെ അനുസരിക്കുവാനും, സഭയോട് ചേർന്ന് നിൽക്കുവാനും, സഭയ്ക്കെതിരായിട്ടുള്ള, ക്രിസ്തീയതയ്ക്കെതിരായിട്ടുള്ള സകലവിധ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുവാനുമുള്ള വലിയ ആത്മീയ ചൈതന്യം സഭാതനയരായ ഏവർക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.